MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ രണ്ടാമത്തെ പരാതിയിൽ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിശദമായ വാദം കേൾക്കും. 23-കാരിയുടെ പരാതിയിൽ മുൻകൂർ ജാമ്യം തേടിയാണ് രാഹുൽ കോടതിയെ സമീപിച്ചത്. വിശദമായ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോടതി ജാമ്യ ഹർജി പരിഗണിക്കുക. രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. 23-കാരുടെ പരാതിയിൽ രാഹുലിന്റെ അറസ്റ്റ് കോടതി ഇതുവരെ തടഞ്ഞിട്ടില്ല. കേസിന്റെ വിശദമായ റിപ്പോർട്ട് ഇന്ന് പോലീസ് കോടതിയിൽ സമർപ്പിക്കും. ആദ്യം പരാതി ലഭിച്ച ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ കഴിഞ്ഞ ദിവസം രണ്ടാമത്തെ കേസിന് മുൻകൂർ ജാമ്യം ഫയൽ ചെയ്തത്. കോടതി അത് ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:45 കോടതി കേസ് പരിഗണിച്ചത്. അവിടെ രാഹുലിനെതിരായ ആദ്യ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. രണ്ടാമത്തെ കേസും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് അഭിഭാഷകൻ വാദിച്ചത്. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്, അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുതെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. കേസിൽ വാദം കേട്ട കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞില്ല എന്നതാണ് നിർണായകം. മൊഴി രേഖപ്പെടുത്തുന്നതുവരെ അറസ്റ്റ് നടപടികൾ ഉണ്ടാകില്ല എന്നാണ് വിവരം. ഇന്ന് കേസിന്റെ വിശദമായ റിപ്പോർട്ട് പോലീസ് കോടതിയിൽ ഹാജരാക്കും. പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകും ജാമ്യ ഹർജി പരിഗണിക്കുക. ജനം, തിരുവനന്തപുരം.